ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. അമ്മേ സ്നേഹനാഥേ ആശ്രയം നീ. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നു. അമ്മേ എന്റെ അമ്മേ, അമ്മേ യേശുവിനമ്മേ, അഭയം നൽകി കാക്കണമേ നീ എന്നും. പഠിക്കേ. അമ്മേ എന്റെ അമ്മേ, അമ്മേ യേശുവിനമ്മേ, അഭയം നൽകി കാക്കണമേ നീ എന്നും. അമ്മേ എന്റെ അമ്മേ, കരങ്ങൾ ഉയർത്തി അമ്മേ യേശുവിനമ്മേ, സ്വരമുയർത്തി അഭയം നൽകി കാക്കണമേ നീ എന്നും. ചേർന്ന് പാടി. അമ്മേ എന്റെ അമ്മേ, അമ്മേ അമ്മേ യേശുവിനമ്മേ, അഭയം നൽകി കാക്കണമേ നീ എന്നും. എല്ലാവരും ചേർന്ന്. അമ്മേ എന്റെ അമ്മേ, പരിശുദ്ധ അമ്മേ അമ്മേ യേശുവിനമ്മേ, ആഗ്രഹിക്കുന്നു അഭയം നൽകി കാക്കണമേ നീ എന്നും. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ദൈവമേ, നിന്റെ അത്ഭുതകരമായ കരത്തിന്റെ കീഴില് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായിട്ട് ഞങ്ങളിൽ വാഴണമേ. ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായിട്ട് ഞങ്ങളിൽ വാഴണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. കർത്താവേ അങ്ങേക്ക് മഹത്വം, കർത്താവേ അങ്ങേക്ക് മഹത്വം, കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തെ ഓർത്ത് സ്തുതിക്കുന്നു, ഞങ്ങളുടെ സഹനങ്ങളെ ഓർത്ത് സ്തുതിക്കുന്നു, ഞങ്ങൾ കടന്നു പോകുന്ന ഓരോ അനുഭവങ്ങളെ ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങറിയാതെ ഒന്നും സംഭവിക്കില്ലല്ലോ. ഞങ്ങൾ അങ്ങയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായിട്ട് ഞങ്ങൾ വ്യാപരിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. പരിശുദ്ധ അമ്മേ, അമ്മ വഴിയായി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ, അഭിഷേകം സംഭവിക്കട്ടെ. ഞങ്ങൾ അമ്മയിൽ ആശ്രയിക്കുന്നു. അമ്മേ, അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭയം പരിശുദ്ധ അമ്മ വഴി ഞങ്ങളിൽ സംഭവിക്കപ്പെടട്ടെ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ദൈവമേ, നിന്റെ അത്ഭുതകരമായ കരത്തിന്റെ കീഴില് ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേല് അതിശക്തമായ കൃപ വ്യാപരിക്കണമേ. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മ വഴിയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട ദൈവജനമേ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46-ാം തിരുവചനം മുതൽ നമ്മൾ വായിക്കുന്നത് പരിശുദ്ധ മറിയത്തിൻ്റെ സ്തോത്രഗീതമാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ സ്തോത്രഗീതം. നമ്മൾ ഒരുമിച്ച് ഈ സ്തോത്രഗീതം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മളൊന്ന് പ്രഖ്യാപിക്കുകയാണ്. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം, ഇടതുകരം നെഞ്ചോട് ചേർക്കാം, കണ്ണടയ്ക്കാം. പ്രത്യേകിച്ച് ഈ പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം ഈ സമയത്ത് നമ്മൾ ചൊല്ലുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു നിയോഗത്തെ സമർപ്പിക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നാം ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. നാട്ടുകാരോ വീട്ടുകാരോ പ്രിയപ്പെട്ടവരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, വലത് കരത്തിൽ നിന്റെ നിയോഗം അതിങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നു. നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ നിയോഗത്തെ ഒരു പ്രാർത്ഥനയാക്കി, ഒരു സ്തുതിപ്പാക്കി നമ്മൾ മാറ്റുകയാണ്. അത് സമർപ്പിക്കുക. ഓൺലൈൻ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നവരും നിങ്ങൾ എവിടെയാണെങ്കിലും ഈ സമയത്ത് നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ വലതുകരം സാധിക്കുമെങ്കിലൊന്ന് ഉയർത്തിപ്പിടിച്ച് ആ വലതുകരത്തിൽ നിങ്ങളുടെ നിയോഗത്തെ
സർവശക്തനായ ദൈവത്തിൻ്റെ കയ്യിലേക്ക് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയം അത് മക്കളെക്കുറിച്ചാവാം, നിങ്ങളെക്കുറിച്ചാവാം, വീടിൻ്റെ അന്തരീക്ഷം, പല കാര്യങ്ങളും നമ്മളെ ഭാരപ്പെടുത്തും. അതേത് വിഷയമാണെങ്കിലും അതിനെ ഒരു സ്തുതിപ്പാക്കി മാറ്റി പ്രാർത്ഥിച്ച പരിശുദ്ധ അമ്മ നമുക്ക് വലിയ മാതൃകയാണ്. ആ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 46 മുതലുള്ള വചനം ഞാൻ ചൊല്ലിത്തരുമ്പോൾ ഏറ്റു ചൊല്ലണം. വിശ്വാസത്തോടെ സ്വരമുയർത്തി അത് പ്രഖ്യാപിക്കണം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ശുശ്രൂഷാ സമയം ഞങ്ങൾ ഒരുമിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ സ്തോത്രഗീതം ഞങ്ങൾ ഏറ്റെടുക്കുന്നു, പ്രഖ്യാപിക്കുന്നു, വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം ഇത് ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വളരെ ഫലദായകമായ, അനുഗ്രഹദായകമായ ഒരു ശുശ്രൂഷയാണ്. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭാരം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ പരിശുദ്ധ അമ്മയുടെ ഈ സ്തോത്രഗീതം ഇതിങ്ങനെ പലതവണ ഒന്ന് ആവർത്തിച്ചൊന്ന് ചൊല്ലിയാൽ തന്നെ ആ ഭാരം മാറിക്കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊരു സൗഖ്യ ശുശ്രൂഷ രീതിയാണ്. നമുക്ക് പല രീതികളിൽ പ്രാർത്ഥിക്കാൻ പറ്റും. അതിലൊരു നല്ല ഒരു പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ്, ഒരു പ്രാർത്ഥനാ രീതിയാണ് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. അതിങ്ങനെ ആവർത്തിച്ച് പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ രീതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്സ് ഗോസ്പൽ, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതലുള്ള വചനം. ഈ വചനങ്ങൾ എല്ലാ ദിവസവും സമയം കിട്ടുന്നതനുസരിച്ചൊക്കെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചൊല്ലണം. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം നമ്മൾ പ്രഖ്യാപിക്കണം. അത് നമ്മൾ ഏറ്റെടുത്ത് അത് പ്രഖ്യാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ സ്തോത്രഗീതത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ പല പ്രത്യേകതകൾ നമുക്ക് പറയേണ്ടതുണ്ട്. എങ്കിലും ഈ പരിശുദ്ധ അമ്മ ഈ സ്തോത്രഗീതം പ്രഖ്യാപിച്ചത് ഏത് സാഹചര്യത്തിലാണ് എന്ന് അന്വേഷിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലം, വലിയ കഷ്ടതയുടെ നടുവിലാണ് പരിശുദ്ധ അമ്മ ഈ സ്തോത്രഗീതം പ്രഖ്യാപിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ ഞെരുക്കത്തിന്റെ നടുവിലാണ് പരിശുദ്ധ അമ്മ
ഈ സ്തോത്രഗീതം പ്രഖ്യാപിച്ചത്. അതാണ് ഈ സ്തോത്രഗീതത്തിന്റെ പ്രത്യേകത. തിയോളജിക്കലി പല കാര്യങ്ങളും ഈ സ്തോത്രഗീതത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. പക്ഷെ ഈ സാഹചര്യം നമ്മളൊന്ന് ചിന്തിച്ചേ. പരിശുദ്ധ അമ്മ ഈ സ്തോത്രഗീതം പറയാനുണ്ടായ സാഹചര്യം, ആ അന്തരീക്ഷം ആരുടെ മുമ്പിൽ വെച്ചാ? ആരുടെ മുമ്പിലാ? ഒരു വീട്ടിൽ വെച്ചാ. അത് ആരുടെ വീടാ? ആ സക്കറിയായുടെയും എലിസബത്തിന്റെയും വീട്. സക്കറിയായുടെ അവസ്ഥ എന്താ? മിണ്ടാൻ പറ്റുന്നില്ലെന്ന്. അതായത് ഇത്രയും നാളും മിണ്ടിക്കൊണ്ടിരുന്നൊരു മനുഷ്യൻ അതേ ഇപ്പോ ഒരു വലിയ വീട്ടിലെ ഒരു ചില പ്രധാനപ്പെട്ട കാര്യങ്ങളോട് ബന്ധപ്പെട്ട് ഈ മനുഷ്യന് മിണ്ടാൻ മേലാതിരിക്കുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും നാളും മിണ്ടിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനല്ലേ, കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആളല്ലേ, ഇപ്പൊ മിണ്ടാൻ മേലാതിരിക്കുക, സംസാരിക്കാൻ പറ്റാതെ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുക. നമ്മുടെ വീടുകളിൽ ഇങ്ങനെയൊക്കെ ചിലരുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ. അത് നാവിന്റെ സംസാരം മാത്രമല്ല, ചില ആളുകളൊക്കെ വീടുകളിലുണ്ട്, ജീവിതത്തിൽ മൊത്തം പരാജയപ്പെട്ടു. ഇനിയിപ്പോ എന്നാ പറയാനാ? ഇനിയിപ്പോ എന്ത് ഞാൻ പറഞ്ഞാൽ ആര് കേൾക്കാനാ? എന്ത് സംസാരിക്കാനാ? ഒന്നും പറയാനില്ലാത്ത ആളുകള്, അതുപോലെ തകർന്നു പോയ ആളുകള്, പറഞ്ഞാൽ ആളുകൾ കേൾക്കാനില്ലാത്ത ആളുകളൊക്കെ ഉണ്ട്. കുടുംബനാഥന്റെ അവസ്ഥ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ്. കാര്യം കേട്ടത് നല്ല കാര്യമാണ്. ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളത് ഏതൊരു കുടുംബത്തിൻ്റെയും ഏറ്റവും വലിയ സന്തോഷമാണ്. പക്ഷെ ഇവരുടെ പ്രശ്നം എന്താ? കുഞ്ഞുണ്ടാകാൻ വേണ്ടി നാളുകളായിട്ട് പ്രാർത്ഥിച്ച് മടുത്തു. പ്രാർത്ഥനയൊന്നും കേട്ടില്ല. അത് കഴിഞ്ഞിട്ട് അവർ പ്രാർത്ഥനയൊക്കെ മാറ്റിവെച്ചു. ജീവിതം അടുത്ത വഴിക്ക് മുന്നോട്ട് നീങ്ങി. പ്രായമേറെയായി. എലിസബത്തിനെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് വന്ധ്യ എന്ന ഒരു കുഞ്ഞിന് ഗർഭം ധരിക്കാൻ കഴിവില്ലാത്തവൾ, എന്നാൽ അസാധ്യമെന്ന് കരുതിയിരുന്ന ഒരിടത്ത് ദൈവം ഇടപെടുമ്പോൾ അതിൻ്റെതായ ചില കോൺസിക്വൻസ് അതിൻ്റെ ചുറ്റുവട്ടത്തുണ്ട്. സക്കറിയായ്ക്ക് പ്രായമെത്തി, ഭാര്യ എലിസബത്തിനും പ്രായമായി. ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനെ ആ കുടുംബത്തിലേക്ക് സ്വീകരിക്കാൻ പറ്റിയ അവസ്ഥയല്ല ആ കുടുംബത്തിലുള്ളത്. അപ്പോ കുടുംബനാഥന്റെ അവസ്ഥ മിണ്ടാൻ പാടില്ലാതെ ഇരിക്കുന്നു. കുടുംബനാഥ ഗർഭവതിയാണ്. ആരോഗ്യമുള്ളൊരു സ്ത്രീ അല്ല ഇത്, പ്രായമുള്ളൊരു സ്ത്രീയാ. പ്രായമുള്ള ഒരു സ്ത്രീ ഗർഭവതിയാകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഒരു വശത്ത്, അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ പേറുമ്പോൾ അനുഭവിക്കുന്ന ആ സ്ത്രീയുടെ വിഷമം, ഭാരം. നാട്ടുകാരെന്നാ വിചാരിക്കും? അതേന്ന് അല്ലേ, നാട്ടുകാരെന്ത് വിചാരിക്കും? എനിക്ക് പരിചയമുള്ള ഒരു കുടുംബത്തില് അവർക്ക്, ആ സഹോദരിക്ക്, അവർക്ക് 4 മക്കളുണ്ട്. 5ാമത്തെ കുഞ്ഞുണ്ടായി. 5ാമത്തെ കുഞ്ഞ് ഉദരത്തിൽ രൂപം കൊണ്ടു എന്നുള്ള വാർത്ത അറിയുന്നത് 46ാമത്തെ വയസ്സിലാണ്. ഈ സ്ത്രീക്ക് 46ാമത്തെ വയസ്സ്. പ്രിയപ്പെട്ടവരെ, കുറേ നാളത്തേക്ക് ഈ സ്ത്രീ പുറത്തിറങ്ങിയില്ല. കാരണം എന്നാന്നറിയാവോ? കാരണം നാട്ടുകാരെന്നാ വിചാരിക്കും? ഈ കുഞ്ഞുണ്ടാവുന്ന നല്ല കാര്യമല്ലേ, അനുഗ്രഹമല്ലേ? പക്ഷേ ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ത്രീ പറഞ്ഞത്, അച്ഛാ ഇതെന്തുവാ, ഇപ്പോ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക, 4 പിള്ളേരായല്ലോ. അപ്പൊ ഇതൊരു ഭാരമാണ്, ഇതൊരു നാണക്കേടാണ്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ അകത്തിരിക്കുന്നു. അപ്പൊ ഞാനിത് പറയുന്നത് എലിസബത്തിന്റെ ഒരു മാനസിക അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. അപ്പൊ കുടുംബനാഥൻ മിണ്ടാൻ പാടില്ലാതെ ഇരിക്കുന്നു. കുടുംബനാഥ ഒരു വശത്ത് തളർന്നിരിക്കുന്നു. ദേ ആ വീട്ടിലേക്കാണ് ആര് ചെന്നിരിക്കുന്നത്? പരിശുദ്ധ അമ്മ. ഇതിന്റെ അവസ്ഥ എന്താ? ഈ ചെന്നയാളുടെ അവസ്ഥ എന്താ? ചെന്നയാൾക്ക് ഒരു കുഴപ്പവും ഇല്ലാത്ത, മൊത്തം ഹാപ്പി ആയ ഒരാളാണോ? അല്ലെന്ന്. പരിശുദ്ധ അമ്മ, നമ്മൾ സാധാരണ നമ്മുടെ മാനുഷിക തലത്തിലൊന്ന് ചിന്തിച്ചേ. കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷേ അവസ്ഥ എന്താ? ഇതാ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നു. പ്രിയപ്പെട്ടവര്, ദൈവദൂതന്റെ വാക്ക് കേട്ട് ഇതാ കർത്താവിന്റെ ദാസി എന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന ഒരു സ്ത്രീയാണ്. ഇനി നാളെ എന്ത് സംഭവിക്കും? നാട്ടുകാർ കല്ലെറിഞ്ഞു കൊല്ലുമോ? അങ്ങനെയാണല്ലോ ആ നാട്ടിലെ അവസ്ഥ. യഹൂദ പാരമ്പര്യ പ്രകാരം ഒരു സ്ത്രീ ഗർഭവതിയാകാതെ, അല്ലേ, ജീവിതത്തില് ഭർത്താവിനെ തിരിച്ചറിയാതെ ജീവിക്കുന്ന അവസ്ഥയിൽ നമ്മളൊന്ന് ആലോചിച്ച ഈ സ്ത്രീ സഹോദരിയുടെ അവസ്ഥ. നാട്ടുകാർ കല്ലെറിയാം, എന്തും സംഭവിക്കാം എന്ന് പറഞ്ഞാൽ പ്രതിസന്ധിയുടെ അങ്ങേയറ്റം. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചോ, ഇത്
വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ അമ്മയുടെ, എലിസബത്തിന്റെ, സക്കറിയായുടെ വീട്ടിലും വ്യക്തി ജീവിതത്തിൽ ഉണ്ടായതുപോലെ തന്നെ പലതും നമ്മുടെ ഉള്ളിലുണ്ട്. പ്രതിസന്ധി, ഞെരുക്കം, ഭാരം, അനേക ചോദ്യം. നാളെ എന്താകും? വിചാരിക്കാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. വിചാരിക്കുന്നതാണെങ്കിൽ എളുപ്പമുണ്ട്. അപ്രതീക്ഷിതമായ സംഭവങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വല്ലാണ്ട് ഞെരിപിരി കൊണ്ട് ഭാരപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. എന്താ ചെയ്യണ്ടേ? ആ ഇരുട്ടിൻ്റെ ഒത്ത നടുക്ക് നിന്ന്, ആ പ്രതിസന്ധിയുടെ ഒത്ത നടുക്ക് നിന്ന്, അല്ലേ, ആ പ്രശ്നത്തിൻ്റെ ഒത്ത നടുക്ക് നിന്ന് ആ പ്രശ്നങ്ങളെ പരിശുദ്ധ അമ്മ ഒരു സ്തുതിപ്പാക്കി, പ്രാർത്ഥനയാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ നമുക്കൊരു ട്രെയിനിങ് നൽകുവാണ്. നീ ഇന്ന് അനുഭവിക്കുന്ന വിഷമങ്ങളെ, പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ എന്താക്കി മാറ്റണം? ഒരു സ്തുതിപ്പാക്കി മാറ്റണം. പ്രൈസ് ദി ലോർഡ്. അതൊരു പ്രാർത്ഥനയാക്കി മാറ്റണം. അതിനുള്ള ഒരു ട്രെയിനിങ് ആണ്. ഇങ്ങനെ അനേക കൊന്തയൊക്കെ ചൊല്ലി പരിശുദ്ധ അമ്മയെ അങ്ങേയറ്റം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. വളരെ നല്ല കാര്യം. ഈ കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥന തീരുമ്പോൾ ഓർക്കണം, പരിശുദ്ധ അമ്മ വ്യക്തിപരമായിട്ട് നമുക്കൊരു ട്രെയിനിങ് നൽകുന്നുണ്ട്. നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു ട്രെയിനിങ്. എന്തുവാ അത്? അതായത് പ്രതിസന്ധികളുടെ നടുവിൽ ഈ പ്രശ്നങ്ങളെ ഞാനൊരു പ്രാർത്ഥനയാക്കി മാറ്റണം. ദേശമുണർന്നാൽ